ഇതെന്താണ് കാർഡിലൊക്കെ പരിപാടി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? അപ്പം എന്നാൽ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. നമ്മളെ ഫാമിലിയിൽ എല്ലാവരും കൂടിയും ഒത്തുചേർന്നിട്ട് പ്ലാപ്പറ്റയാണിത് സംഭവം. അപ്പോൾ നമ്മൾ മുള വെട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഷവായി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെ കുറച്ച് പരിപാടികളുണ്ട്, ബക്രീദൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ആഘോഷിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ അതിലേക്ക് വേണ്ട പച്ച മുള ഇല്ലേ, അത് വെട്ടാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ട് ഇത്. അപ്പോൾ നമ്മളിത് മുള 2-3 പാകത്തിന് വേണ്ടിയിട്ട് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ചേച്ചിയുടെ മക്കളാണ് ഇത് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ ഒരു 9:30-10 മണിക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ തൊടിയിലേക്ക് വന്നതാണ് മുള വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മുളയൊക്കെ വെട്ടി തിരിച്ചു പോകുമ്പോൾ പ്ലാവിൽ ചക്ക കണ്ടു. അപ്പോൾ എന്നാൽ ചക്കയും കൂടിയും പറിക്കാമെന്ന് പറഞ്ഞിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു 2 അപ്പോൾ തോട്ടി എടുത്തിട്ട് ചക്ക ഇടുകയാണ്. കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് അത് താഴെ വീണിട്ട് ഉരുണ്ട് താഴെ പോയി. എങ്ങനെയൊക്കെ അത് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ചക്കയും മുളയുമായിട്ട് വീട്ടിൽ വന്നു. അപ്പോഴേക്കും എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അവനാണ് ഇതിൽ ഫുൾ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് വീട്ടിൽ തന്നെ ഇങ്ങനെ തൊടിയുണ്ട്, നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ട്, അവിടെ വെച്ചിട്ട് ചിരട്ടയൊക്കെ വെച്ച് കത്തിച്ച് മുളയൊക്കെ ഫുൾ സെറ്റപ്പായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി. പിന്നെ നെയ്ച്ചോറുണ്ടാക്കി. ഷവായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കനൽ ചിരട്ട കത്തിച്ചിട്ട് നമ്മൾ കനലാക്കി എടുത്തു ആണ് നമ്മൾ ചെയ്തത്. കനലൊന്നും അവിടെ ഉൾപ്രദേശം ആയതുകൊണ്ട് അവിടെ അതൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഇനി അതിൻ്റെ പരിപാടികൾ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെയാണ് നമ്മളും നെയ്ച്ചോറ് ഉണ്ടാക്കണം. അതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളുടെ എന്ത് സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കണമെന്ന് മാത്രം. അങ്ങോട്ട് വരണ്ട, എല്ലായിടത്തും കിട്ടില്ലാന്ന്. ഇവൻ അങ്ങോട്ട് വരുന്നല്ലോ. അത് നീ കറക്റ്റല്ലേ? ചിരട്ടട് ഞാൻ അങ്ങോട്ട് കത്തിച്ചാൽ ചിരട്ടട് അടുത്ത് താഴത്തേക്ക് വെക്കണം. താഴത്തേക്ക് ആവി കിട്ടണ്ടേ? ഈ കാലെന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്ത്? ഈ കാലിന് നീട്ടി അങ്ങോട്ട് കെട്ടണേ. 2 കൈ 2 കാലും അങ്ങനെ വെക്കണം. അതിനിടയിൽ കോഴിയുടെ കയ്യിനും കാലിനും വേണ്ടി ഓരോ അടിയൊക്കെ കൂടി അങ്ങോട്ട് വെക്കണം ഇങ്ങോട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാലും കുഴപ്പമില്ല, നമ്മൾ എല്ലാം സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ തീയൊക്കെ കത്തിച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ തീ കത്തിയപ്പോൾ ഊതാൻ വേണ്ടിയിട്ട് ഓടക്കുഴലുണ്ടല്ലോ, അത് നമ്മളിതിന് ഓടക്കുഴൽ എന്നല്ലേ പറയുക, തീ ഊതണ സംഭവം, അതെടുത്ത് വേണ്ടി ചേച്ചി ഓടിയതാണ്. പിന്നെ ഞാൻ അതിൻ്റെ മേലെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. അതിന് വേണ്ടിയിട്ട് വാഴയുടെ അണാന്ന് പറയില്ലേ, നമ്മൾ എണ്ണ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ സാധനം എടുത്തിട്ട് വന്നു. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് വന്നു. സിദ്ധു ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നു. ആരും ബക്കറ്റിനെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ഇനി ഇതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൂ. ഒന്നായിട്ട് മതിയില്ല, ഒന്ന് പണി പാളിയല്ലോ. അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുത്തതാണ്. അപ്പോൾ ഏകദേശം ഷവായി ആയിട്ടുണ്ട്. അടുത്തത് ബക്കറ്റ് ചിക്കൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ അതും കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും നോക്കി നിൽക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണത്. പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഈ ഇങ്ങനെ ഉണ്ടാക്കാന്ന്. ചിട്ടൂത് എന്തിന് എങ്ങനെ ഊതും?
ഊതി വെക്ക് കത്തു. അതെന്താ? അതെന്ത് ചിക്കനാ? അതെന്ത് ചിക്കനാന്ന്? അത് ബക്കറ്റ് ചിക്കൻ. എനിക്ക് ബക്കറ്റ് ചിക്കൻ വേണോ ഷവായി വേണോ? ഷവായി. ഷവായി മതിയോ? ഷവായി എരിവുണ്ടോ? മയണൈസിൽ മുക്കി തിന്നാ. ആ ആ മയോണൈസ് ഇപ്പൊ തിന്നണം. വെറുമായി വെറും മയണൈസ് അപ്പോട്ട് അടിക്കണേ ഉള്ളൂ. ഉണ്ടാകട്ടെ. അഞ്ച് നിങ്ങളിപ്പോൾ അതിന് അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടി ഒരു ഇലയിൽ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ മേലെ ആട്ടുകെട്ടിലുണ്ട്, അവിടെ വെച്ചിട്ട് വലിയ ഇലയൊക്കെ വിരിച്ചിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഇലയിൽ തന്നെ വിളമ്പിയിട്ട് എല്ലാവരും ചുറ്റും ഇരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ കഴിക്കണ വീഡിയോസ് കണ്ടിട്ട് വരൂ. പിന്നെ ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഞാനും ചേച്ചിമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ബർത്ത്ഡേക്കും സാധാരണ സിദ്ധു കേക്ക് കട്ട് ചെയ്യുന്ന പോലെ അമ്മയുടെ ബർത്ത്ഡേക്കും കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും ഹാപ്പിയായി. പിന്നെ അമ്മ പരിപ്പ് പായസം വെച്ചിട്ടുണ്ടായിരുന്നു, അതും എല്ലാവരും കുടിച്ചു. ഞങ്ങൾ എല്ലാവരുടെയും ഈദും ആഘോഷവും അമ്മയുടെ ബർത്ത്ഡേ ആഘോഷവും ഒരുമിച്ചായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കേക്ക് മുറിക്കുന്ന കാര്യം സർപ്രൈസ് ആയതുകൊണ്ട് അമ്മ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് നല്ല സർപ്രൈസ് ആയിരുന്നു, ഹാപ്പിയായി എല്ലാവരും. അങ്ങനെ ഞങ്ങളുടെ ഈദ് അടിച്ചു പൊളിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് പാടത്ത് കൂടെ നടക്കാൻ ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് ഒരു സോഡ കുടിച്ചു. അങ്ങനെ വൈകുന്നേരമായി. അപ്പോൾ തിരിച്ച് പാടത്ത് കൂടെ നടക്കുമായിരുന്നു. അങ്ങനെ രാത്രിയായി. ഞാൻ തിരിച്ച് പാലക്കാട്ടേക്ക് വരുന്നു. പിറ്റേ ദിവസം സിദ്ധുവിന് സ്കൂളുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോണ സങ്കടത്തിൽ എല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ ബായ്. ഇനി വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം.